കൊളാർക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഈ നിയമത്തിൽ നിന്നും PSC ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, The Kerala Conservation of Paddy Land and Wetland Act 2008 came into force in. അതായത് ഈ നിയമം എന്നാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1998, ഓപ്ഷൻ ബി 2008, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. നമുക്കറിയാം 2008 ഈ തണ്ണീർത്തട നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഡേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ ആക്ടിലെ ആദ്യത്തെ പേജ് എടുക്കുന്നു, അതിന്റെ ഏറ്റവും താഴെ ആ ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്ഷൻ പിക്ക് ചെയ്യും. ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 2008. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 ഈസ് ആപ്ലിക്കബിൾ ടു. ഇത് കേരളത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് ഇത് പ്രാബല്യത്തിലുള്ളതെന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രാവൻകൂർ ഏരിയ, ഓപ്ഷൻ ബി ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ഏരിയ, ഓപ്ഷൻ സി മലബാർ ആൻഡ് ട്രാവൻകൂർ ഏരിയ, ഓപ്ഷൻ ഡി ഹോൾ ഓഫ് കേരള. നമുക്കറിയാം ഈ നിയമം കേരളം മുഴുവൻ പ്രാബല്യത്തിലുള്ള നിയമമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 2 subclause 2 of the Kerala Conservation of Paddy and Wetland Act 2008 is. അതായത് ഈ ആക്ടിന്റെ സെക്ഷൻ 2 പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം സെക്ഷൻ 2 സബ്ക്ലോസ് 2 പ്രകാരം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ കമ്മിറ്റി LLMC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറാണ്. ഈ LLMCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആയിരിക്കും. അതായത് പഞ്ചായത്ത് ഏരിയയിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ ഏരിയയിൽ മേയർ ആയിരിക്കും. അതുപോലെ തന്നെ മുനിസിപ്പൽ ഏരിയയിൽ അവിടുത്തെ ചെയർപേഴ്സൺ ആയിരിക്കും. കൺവീനർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ആയിരിക്കും. വില്ലേജ് ഓഫീസർ മെമ്പർ ആയിരിക്കും. ഈ കമ്മിറ്റിയിലേക്ക് 3 നെൽ കർഷകരെ ജില്ലാ കളക്ടർ നോമിനേറ്റ് ചെയ്യും. ഈ കമ്മിറ്റിയിലെ കോറം, കമ്മിറ്റി കൂടുന്നതിന് മിനിമം 3 പേര് പ്രസന്റ് ആയിരിക്കണം. കോറം 3 ആണ്. ഈ കമ്മിറ്റിയുടെ കാലയളവ് 3 ആണ്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഫാർമേഴ്സിന്റെ അവരുടെ കാലയളവും 3 years ആണ്. പഞ്ചായത്ത് ഏരിയയിൽ 10 സെന്റ് നികത്തുന്നതിനും കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 5 സെന്റ് വരെ നികത്തുന്നതിനും റെക്കമെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരമാണ് ഈ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്കുള്ളത്. ഓക്കെ, ഇത്രയും വിവരങ്ങൾ നമ്മൾ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇത് എല്ലാം ചോദ്യത്തിന് പല തവണ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ടേം ഓഫ് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി? അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ LLMCയുടെ കാലയളവ് എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം 3 വർഷമാണ്. സ്ട്രേറ്റ് അവേ നമുക്ക് ഓപ്ഷൻ പിക്ക് ചെയ്യാം. ഓപ്ഷൻ എ 3 years. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെറ്റ്ലാൻഡ് ആസ് പെർ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008? 2008 ഈ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് വെറ്റ്ലാൻഡിന്റെ നിർവചനത്തിൽ വരാത്തതെന്നുള്ളതാണ്. ഓപ്ഷൻ എ എസ്റ്റുറി, ഓപ്ഷൻ ബി റൈസ് ഫീൽഡ്സ്, ഓപ്ഷൻ സി ലഗൂൺ, ഓപ്ഷൻ ഡി മാംഗ്രൂവ്സ്. നമുക്കറിയാം റിവേഴ്സും അതുപോലെ തന്നെ റൈസ് ഫീൽഡ്സും ഈ വെറ്റ്ലാൻഡിന്റെ പരിധിയിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിന്റെ സെക്ഷൻ 2 സബ്ക്ലോസ് 18 പ്രകാരമാണ് പാഡി ലാൻഡും റിവേഴ്സും ഈ വെറ്റ്ലാൻഡിന്റെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പാഡി ലാൻഡും റിവേഴ്സും അത് വെറ്റ്ലാൻഡിന്റെ നിർവചനത്തിൽ വരുന്നില്ല. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെക്ഷൻ ഇൻ ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് എംപവേഴ്സ് ദ ഗവൺമെന്റ് ടു ഗ്രാന്റ് എക്സംഷൻ ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഫോർ ദി കൺവേർഷൻ ഓഫ് വെറ്റ്ലാൻഡ് ഫോർ പബ്ലിക് പർപ്പസ്? അതായത് പബ്ലിക് പർപ്പസിന് ഈ വെറ്റ്ലാൻഡ് നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് സ്പെഷ്യൽ പവർ
എക്സംപ്റ്റ് ചെയ്യാനുള്ള, അത് ഒഴിവാക്കാനുള്ള പവർ കൊടുക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം സർക്കാരിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പവർ ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചാൽ സർക്കാരിനാണ്. നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ എ സെക്ഷൻ 12, ഓപ്ഷൻ ബി സെക്ഷൻ 15, ഓപ്ഷൻ സി സെക്ഷൻ 4, ഓപ്ഷൻ ഡി സെക്ഷൻ 10. ഇവിടെ നമുക്കറിയാം ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്ഷൻ 10ലാണ് സർക്കാരിന് ഇങ്ങനെ പ്രത്യേകിച്ച് എക്സംപ്റ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 പ്രൊവൈഡ്സ് ഫോർ. തണ്ണീർത്തട നെൽവയൽ തണ്ണീർത്തട നിയമം എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, ഓപ്ഷൻ ബി കൺവേർഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, ഓപ്ഷൻ സി ഇൻസെന്റീവ്സ് ഫോർ പാഡി കൾട്ടിവേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. അതായത് റിക്ലമേഷനും കൺവേർഷനും ചെയ്യാൻ വേണ്ടിയാണ് ഈ നിയമം എന്നാണ് ഓപ്ഷൻ എയിലും ബിയിലും പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. റിക്ലമേഷനും കൺവേർഷനും പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ നിയമം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് പാഡി കർഷകർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാനുള്ള സെക്ഷൻ 4 ഈ ആക്ടിനകത്തുണ്ട്. ആസ് പെർ സെക്ഷൻ 4 ഓഫ് ദിസ് ആക്ട്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു അഡോപ്റ്റ് എ സ്യൂട്ടബിൾ മെഷർ ടു അസിസ്റ്റ് ഫാമേഴ്സ് ഇൻ ഇൻക്രീസിംഗ് പാഡി പ്രൊഡക്ഷൻ ഇൻ അവർ സ്റ്റേറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് സപ്പോർട്ട് പ്രൈസ് പോലും സമയത്ത് കിട്ടുന്നില്ല എന്നാണ് നമുക്ക് പലപ്പോഴും വാർത്തകളിൽ നിന്ന് നമ്മൾ അറിയാൻ പറ്റുന്നത്. സെക്ഷൻ 4ലാണ് പറയുന്നത് ഇങ്ങനെ പാഡി കൾട്ടിവേഷന് ഇൻസെന്റീവ്സ് കൊടുക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. പാടശേഖര സമിതി എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അസോസിയേഷൻ ഓഫ് ഫാമേഴ്സ് ഫോർ ദെയർ വെൽഫെയർ. അവരുടെ വെൽഫെയറിന് വേണ്ടി കുറച്ച് കർഷകർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസോസിയേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി ഫാമേഴ്സ് ഇൻഡൽജിങ് ഇൻ ഗ്രൂപ്പ് കൾട്ടിവേഷൻ. അതായത് കൂട്ടായ കൃഷി നടത്തുന്ന ഫാർമേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് എന്നാണ്. ഓപ്ഷൻ സി രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഓഫ് ഫാമേഴ്സ് ഓഫ് എ ലൊക്കാലിറ്റി വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊമോട്ടിംഗ് ദ കൾട്ടിവേഷൻ ഓഫ് പാഡി ആൻഡ് അലൈഡ് ക്രോപ്സ്. അതായത് ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ്, ഒരു പ്രത്യേക ഏരിയയിലുള്ള ഒരു ചെറിയ ലോക്കൽ ഏരിയയിലുള്ള ഒരു അസോസിയേഷനാണ്. വിത്ത് എ ഒബ്ജക്റ്റീവ്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാഡിയുടെ കൾട്ടിവേഷനും പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്രോപ്പുകളും കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡി ആൻ ഓർഗനൈസേഷൻ ഓഫ് ലാൻഡ് ഓണേഴ്സ് ഇൻ ദ ലൊക്കാലിറ്റി. ആ ഏരിയയിലുള്ള ലാൻഡ് ലോഡ്സിന്റെ ഒരു അസോസിയേഷൻ എന്നുള്ളതാണ്. അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു പ്രാദേശികമായുള്ള നെൽകർഷകരുടെ ഒരു കൂട്ടായ്മയാണ് പാടശേഖര സമിതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാടശേഖര സമിതിയും അതുപോലെ തന്നെ കുടുംബശ്രീയും അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെയാണ് ഈ തരിശായി ഇട്ടിരിക്കുന്ന പാടശേഖരങ്ങൾ കൃഷി ഇറക്കുന്നത് അവരാണ്. ഓക്കെ, 1 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, 2 കുടുംബശ്രീ, 3 ഈ പാടശേഖര സമിതി. ഓക്കെ, അടുത്ത നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. ദ കേരള കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 പ്രൊഹിബിറ്റ്സ്. ഈ ആക്ട് മൂലം നമ്മൾ എന്തൊക്കെയാണ് നിരോധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൺവേർഷൻ ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ്സ്. അതായത് നെൽവയലുകളുടെ പരിവർത്തനവും മാറ്റവും അത് നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി കൺവേർഷൻ റിക്ലമേഷൻ ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ദി ഇന്റർമീഡിയറി ക്രോപ്സിന്റെയും കൂടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി റിക്ലമേഷൻ ഓൺലി, ഡി കൺവേർഷൻ ഓൺലി. നമുക്കറിയാം കൺവേർഷൻ ആൻഡ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ആണ് നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി എന്തുകൊണ്ട് ആവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്റർമീഡിയറി ക്രോപ്സ് കൂടെ ഉണ്ട്. അല്ല, ഇന്റർമീഡിയറി ക്രോപ്സിനെ നമ്മൾ ഇതുവഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. The term public purpose is defined in section dash of the Conservation of Paddy Land and Wetland Act 2008. പബ്ലിക് പർപ്പസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷനിലാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മളിത് പഠിച്ചപ്പോൾ തന്നെ നമുക്കറിയാം സെക്ഷൻ 2ലാണ് ഡെഫിനേഷൻസ് ഈ ആക്ടിലുള്ളത്. അതിൽ പബ്ലിക് പർപ്പസും സെക്ഷൻ 2ൽ തന്നെയാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ഈ പബ്ലിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആവശ്യം, അർദ്ധ സർക്കാരുകളുടെ ആവശ്യം, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബ്ലോക്ക്, പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളുടെയും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളുടെ അവരുടെ എല്ലാം ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെയൊക്കെ ആവശ്യങ്ങളാണ് പബ്ലിക് പർപ്പസിൽ വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ഹു ഈസ് ദ കൺവീനർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ ഗ്രാമപഞ്ചായത്ത് അണ്ടർ
കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. ഒരു പഞ്ചായത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് LLMC ആണ്, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് ക്യാൻ റെക്കമെൻഡ് ദ റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ് ഫോർ എ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്? അതായത് വീട് വയ്ക്കാൻ 10 സെന്റ് വരെ നികത്താൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കമ്മീഷൻ ഓഫ് ലാൻഡ് റവന്യൂ, ഓപ്ഷൻ ബി ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സി സെക്രട്ടറി ലാൻഡ് ബോർഡ്, ഓപ്ഷൻ ഡി അഡീഷണൽ തഹസിൽദാർ. നമുക്കറിയാം ഇങ്ങനെ ഇതിപ്പം പബ്ലിക് പർപ്പസിനായാലും റെസിഡൻഷ്യൽ ആണെങ്കിലും ഈ അപേക്ഷകളിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്, LLMC ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി LLMC. 13ാമത്തെ ചോദ്യം നോക്കാം. ഹു ഈസ് ദ കൺവീനർ ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി അണ്ടർ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008? നമുക്കറിയാം ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് RDO ആണ്. ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറാണ്. ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ആണ്. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. ദ പ്രിപ്പറേഷൻ ഓഫ് എ ഡാറ്റാ ബാങ്ക് ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ഈസ് കോൺടംപ്ലേറ്റഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് വെറ്റ്ലാൻഡ് ആക്ട് 2008 ഓഫ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ് തന്നെ മേളിൽ കയറി വന്നതാണ് കേട്ടോ. അപ്പം ഇത് ഈ നമ്മളെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്നതിന് നിർദ്ദേശിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം സെക്ഷൻ സി, അതായത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്ഷൻ 5 സബ് ക്ലോസ് 4 സബ് ക്ലോസ് 1 ആണ്. 541 ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് തയ്യാറാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇത് തയ്യാറാക്കുന്നത് വില്ലേജ് ഓഫീസറും അഗ്രികൾച്ചർ ഓഫീസറും കൂടെ തയ്യാറാക്കിയതിനു ശേഷം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി വെക്കും. അതിനുശേഷം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉപഗ്രഹ ചിത്രങ്ങളുടെ കൂടെ സഹായത്തോടെയാണ് ഈ നമ്മുടെ ഡാറ്റാ ബാങ്ക് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. സെക്ഷൻ 5(4) ഓഫ് ദി കേരള പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് ഈസ് അബൌട്ട്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ നോക്കിയതാണ്. സെക്ഷൻ 5(4)(1) അതാണ് പ്രിപ്പറേഷൻ ഓഫ് ഡാറ്റാ ബാങ്ക് ഓഫ് പാഡി ലാൻഡ്സ്. ഓക്കെ, അതാണ് ആൻസർ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കിനി 16ാമത്തെ ചോദ്യം നോക്കാം. ദ ടേം ഫോർ ഫാർമർ റെപ്രസെന്റേറ്റീവ്സ് ഇൻ LLMC ഈസ് ഡാഷ് മന്ത്സ്. ഓക്കെ, ഓപ്ഷൻ എ 12 months, ഓപ്ഷൻ ബി 24 months, ഓപ്ഷൻ സി 36 months, ഓപ്ഷൻ ഡി 6 months. നമുക്കറിയാം 3 ഫാമേഴ്സിനെയാണ് ജില്ലാ കളക്ടർ LLMCയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 3 പേരുണ്ടെങ്കിൽ കമ്മിറ്റി കൂടാം. കോറം 3 ആണ്. 3 വർഷമാണ് ഈ LLMCയുടെ പീരീഡ്, ടേം എന്ന് പറയുന്നത്. 3 പേരെയാണ് നമ്മൾ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ നോമിനേറ്റ് ചെയ്യുന്ന 3 പേരുടെ കാലയളവ് എന്ന് പറയുന്നത് 3 years ആണ്. ഇപ്പൊ ഇവിടെ മന്ത്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 3 into 12 36 ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 36 months ആണ്. ഓക്കെ, നമുക്കിനി 17ാമത്തെ ചോദ്യം നോക്കാം. ഇയർ ആസ് പെർ സെക്ഷൻ 2 ഓഫ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 ഈസ്. അതായത് ഈ ആക്ടിൽ ഇയർ എന്ന് പറയുന്നത് ഏത് വർഷത്തെയാണ് അർത്ഥമാക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫൈനാൻഷ്യൽ ഇയർ, ഓപ്ഷൻ ബി കലണ്ടർ ഇയർ, ഓപ്ഷൻ സി ശക ഇയർ, ഓപ്ഷൻ ഡി മലയാളം കലണ്ടർ ഇയർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മലയാളം കലണ്ടർ ഇയർ ആണ് ഈ ആക്ടിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, മലയാളം കലണ്ടർ ഇയർ. ഓക്കെ, അടുത്ത് നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി അണ്ടർ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് ഷാൾ ടേക്ക് എ ഡിസിഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ മെയ്ഡ് അവൈലബിൾ ടു ഇറ്റ് വിത്തിൻ. അതായത് ഇവർക്കൊരു റെക്കമെൻഡേഷൻ കിട്ടുന്നു LLMCയിൽ നിന്ന്. ആ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ DLAC ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 15 days, ഓപ്ഷൻ ബി 2 months, ഓപ്ഷൻ സി 1 month, ഓപ്ഷൻ ഡി 3 months. നമുക്കറിയാം ഇങ്ങനൊരു റെക്കമെൻഡേഷൻ LLMCയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഈ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് എ വില്ലേജ് ഓഫീസർ ഫെയിൽസ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദ റിപ്പോർട്ട് റിസീവ്ഡ് ബൈ ഹിം റിഗാർഡിംഗ് വയലേഷൻ അണ്ടർ ദി പാഡി
Paddy and Wetland Act 2008, he shall be deemed to have committed an offence punishable not less than dash months. ഓക്കെ, അതായത് ഇത് പ്രകാരമുള്ള ഒരു കുറ്റം അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര പണിഷ്മെന്റ് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 6 months, ഇത് ഇംപ്രിസൺമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, 6 months. ഓപ്ഷൻ ബി 12 months, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി 2 months. ഓക്കെ, അദ്ദേഹം നടപടി എടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ തടവ് അനുഭവിക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങളുടെ മനസ്സിലായോ? അതായത് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സെക്ഷൻ 7 പ്രകാരം കൃഷി ഓഫീസർ ആണല്ലോ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന കാര്യമായിരിക്കും. വില്ലേജ് ഓഫീസർ അല്ലല്ലോ റിപ്പോർട്ടിംഗ് ഓഫീസർ, കൃഷി ഓഫീസറാണ്. പിന്നെ എങ്ങനെ വിഒയ്ക്ക് ശിക്ഷ വരും എന്നുള്ളതാണ് അല്ലേ. അതായത് ഈ ആക്ടിന്റെ സെക്ഷൻ 12 പ്രകാരം സർക്കാരിന് ഓതറൈസ്ഡ് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. അത് വില്ലേജ് ഓഫീസറിന്റെ റാങ്കിൽ താഴെ കുറയാത്ത ഓഫീസർമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. ഇപ്പൊ സെക്ഷൻ 12 പ്രകാരം നടപടി എടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് വിഒ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12ന്റെ ക്ലോസ് 5 പറയുന്നത് ഇങ്ങനെയാണ്: If an officer authorized under section 12 fails to take action on report received by him regarding the violation of this act, he shall be deemed to have committed an offence punishable under section 23. അതായത് അങ്ങനെ ഇദ്ദേഹം ആക്ഷൻ എടുക്കാതിരുന്നാൽ സെക്ഷൻ 23 പറയുന്ന പണിഷ്മെന്റിന് ഇദ്ദേഹം അർഹനാണ് എന്നുള്ളതാണ്. സെക്ഷൻ 23 പറയുന്ന പണിഷ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താന്ന് വെച്ചാൽ മിനിമം 6 മാസത്തെ തടവും മാക്സിമം 3 വർഷത്തെ തടവും. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് 50,000 രൂപ ഏറ്റവും കുറഞ്ഞ പിഴയും 1 ലക്ഷം രൂപ വരെയുള്ള പിഴയും അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ശിക്ഷ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ചോദിച്ചത്, അപ്പോൾ 6 months ആണ്. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Who is competent to take action to restore the original possession of any paddy land or wetland reclaimed violating the provisions of this act? അതായത് ഈ നിയമത്തിന് എതിരായി ആരെങ്കിലും നെൽവയലോ തണ്ണീർത്തടവോ നികത്തുകയാണെങ്കിൽ അതിനെ പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് മാറ്റാനുള്ള അധികാരം ആർക്കാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ തഹസിൽദാർ, ഓപ്ഷൻ ബി RDO, ഓപ്ഷൻ സി കളക്ടർ, ഓപ്ഷൻ ഡി CLR. നമുക്കറിയാം കളക്ടർക്കാണ് അതിനുള്ള അധികാരമുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. എ സം ഈക്വൽ ടു ഡാഷ് ടൈംസ് ഓഫ് ദ വാല്യൂ ഓഫ് ദ സീസ്ഡ് വെഹിക്കിൾസ് ആർ ഡിറ്റർമിൻഡ് ഫോർ റിലീസ് ഓഫ് ദി വെഹിക്കിൾസ് അണ്ടർ പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. അതായത് ഒരു വണ്ടി സീസ് ചെയ്യുന്നു, അതിനെ റിലീസ് ചെയ്യാൻ അതിന്റെ വാല്യൂവിന്റെ എത്ര മടങ്ങ് ഈടാക്കിയിട്ടാണ് റിലീസ് ചെയ്യുന്നതാണ് ചോദ്യം. അതായത് 1.5 ഇരട്ടി, 2.5 ഇരട്ടി, അതിന്റെ പകുതി, വാല്യൂവിന്റെ പകുതി, ഡി 2 ഇരട്ടി. നമുക്കറിയാം ഈ വാല്യൂ നിശ്ചയിക്കുന്നത് കളക്ടറാണ്. കളക്ടർ നിശ്ചയിക്കുന്ന വാല്യൂവിന്റെ 1.5 ഇരട്ടി ഈടാക്കിയിട്ടാണ് ഈ വണ്ടിയെ റിലീസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ടു വിച്ച് കമ്മിറ്റി ഷാൾ ദി ആപ്ലിക്കേഷൻ ഫോർ റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ടു ബി സബ്മിറ്റഡ്? അതായത് വീട് വയ്ക്കാൻ വേണ്ടി ഒരു 10 സെന്റ് നികത്താനുള്ള അപേക്ഷ അത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഡിസ്ട്രിക്ട് ലെവൽ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് LLMCയുടെ മുൻപാകെയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആരെ അഡ്രസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ കൺവീനർ, അതായത് അഗ്രികൾച്ചറൽ ഓഫീസർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇവിടുത്തെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഫോം 1 ആണ്. അത് ഈ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അത് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇനി പബ്ലിക് പർപ്പസിനാണെങ്കിൽ അത് ഫോം നമ്പർ 2 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും സബ്മിറ്റ് ചെയ്യേണ്ടത് LLMCയിലെ കൺവീനറായ അഗ്രികൾച്ചർ ഓഫീസർക്കാണ്. അത് പരിശോധിച്ച ശേഷം ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഈ അപേക്ഷ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. ഓക്കെ, അപേക്ഷയിൽ റെക്കമെൻഡ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് അയക്കും. ഓക്കെ, അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ആണെങ്കിൽ ഫോം നമ്പർ 1 പബ്ലിക് പർപ്പസിനാണെങ്കിൽ ഫോം നമ്പർ 2 ഓക്കെ, പിന്നെ വേറൊരു കാര്യം, റെസിഡൻഷ്യൽ പർപ്പസിന് 10 സെന്റ് വരെ നികത്തുന്നതിനുള്ള റെക്കമെൻഡേഷൻ മാത്രമേ LLMCക്ക് കൊടുക്കാൻ പറ്റൂ. അത് പഞ്ചായത്ത് ഏരിയയിലാണ് 10 സെന്റ്, കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ അത് 5 സെന്റ് ആണ്, 5 സെന്റ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത 23ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഫീ ഫോർ റെഗുലറൈസേഷൻ ഓഫ് അൺഓതറൈസ്ഡ് റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ്? അതായത് ഈ അൺഓതറൈസ്ഡ് റിക്ലമേഷൻ അത് റെഗുലറൈസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ ഫീസ് എത്ര രൂപ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 100. നമുക്കറിയാം 1000 രൂപയാണ് ഫീസ്. അത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത 24ാമത്തെ ചോദ്യം നോക്കാം. ദ മാക്സിമം എക്സ്റ്റെന്റ് ഓഫ് പാഡി ലാൻഡ് ഇൻ ദി പഞ്ചായത്ത് ഏരിയ that local level monitoring committee can recommend for the construction of residential building for the owner of the paddy land is. അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഓണർക്ക് നികത്താൻ പറ്റുന്ന ഈ ഓണർ കൊടുക്കുന്ന അപേക്ഷയിൽ മാക്സിമം ഈ കമ്മിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് എത്ര ഏരിയ ആണെന്നാണ്. ഓപ്ഷൻ എ നോട്ട് മോർ ദാൻ 10 സെൻസ്, ബി നോട്ട് മോർ ദാൻ 5 സെൻസ്, സി നോട്ട് മോർ ദാൻ 3 സെൻസ്, ഡി നോട്ട് മോർ ദാൻ 15 സെൻസ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കറിയാം 10 സെന്റ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല പഞ്ചായത്ത് ഏരിയയിൽ. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ഏരിയയിലാണെങ്കിൽ 5 സെന്റ്. ഓക്കെ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദി ലോക്കൽ ലെവൽ മീറ്റിംഗ് കമ്മിറ്റി അല്ല, മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. LLMC കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 ഈസ് A10, B5, C7, D3. നമുക്കറിയാം LLMCയിലേക്ക് 3 പേരെയാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. ടേം 3 വർഷമാണ്, ഇവരുടെ കാലാവധി 3 വർഷമാണ്, അതുപോലെ തന്നെ കോറവും 3 ആണ്, 3. ഓക്കെ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഇനി നമുക്ക് 26ാമത്തെ ചോദ്യം നോക്കാം. എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ആൻ ഓർഡർ ഓഫ് കോൺഫിസ്കേഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് കളക്ടർ ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് ദി കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008 മേ പ്രിഫർ ആൻ അപ്പീൽ ടു ദി. അതായത് കളക്ടർ ഇങ്ങനെ ആൾക്കാർ ഈ ആക്ടിന്റെ വയലേഷനിൽ ഏർപ്പെടുന്ന വെഹിക്കിൾസ് ഒക്കെ പിടിച്ചെടുക്കുമല്ലോ, അപ്പൊ അതിനെതിരെ അപ്പീൽ ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കോർട്ട്, ഓപ്ഷൻ ബി കമ്മീഷണർ ഓഫ് ലാൻഡ് റവന്യൂ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ഡിസ്ട്രിക്ട് കളക്ടർ. അതായത് ഈ ഉത്തരവിനെതിരെ ഡിസ്ട്രിക്ട് കോർട്ടിലേക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 27ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ കേരള? കേരളത്തിൽ എത്ര ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 7. ഓപ്ഷൻ ഡി ആണ്, 7 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമുക്ക് 28ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ലാൻഡ് വിച്ച് ഈസ് വെറ്റ് ലാൻഡ് കനോട്ട് ബി ഓർഡർഡ് ടു ബി റിക്ലെയിംഡ്. ഓക്കെ. ഓപ്ഷൻ എ പുഞ്ച, ഓപ്ഷൻ ബി കോൾ, ഓപ്ഷൻ സി കണ്ടുകൃഷി, ഓപ്ഷൻ ഡി പൊക്കാളി. നമുക്കറിയാം പുഞ്ചയും കണ്ടുകൃഷിയും പൊക്കാളിയും എല്ലാം നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. സെക്ഷൻ 3യിലാണ് പ്രൊഹിബിഷൻ ഓഫ് ദി റിക്ലമേഷൻ ഓഫ് പാഡി ലാൻഡ് പറയുന്നത്, സെക്ഷൻ 3യിലാണ്. സെക്ഷൻ 11ലാണ് ടോട്ടൽ പ്രൊഹിബിഷൻ ഈ റിക്ലമേഷൻ ഓഫ് വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത്, സെക്ഷൻ 11ലാണ്. ഓക്കെ. അടുത്ത നമുക്ക് 29ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഈസ് നോട്ട് ആൻ ഇന്റർമീഡിയറി ക്രോപ്പ്? വിച്ച് ഈസ് നോട്ട് ആൻ ഇന്റർമീഡിയറി ക്രോപ്പ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്റർമീഡിയറി ക്രോപ്പ് അല്ലാത്തതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിഷ്, ഓപ്ഷൻ ബി പ്ലാന്റെയിൻ, ഓപ്ഷൻ സി പൾസസ്, ഓപ്ഷൻ ഡി പാഡി. നമുക്കറിയാം ഫിഷ് ഒരു ഇന്റർമീഡിയറി ക്രോപ്പാണ്, പ്ലാന്റെയിൻ വാഴ ഇന്റർമീഡിയറി ക്രോപ്പാണ്, പൾസസ് ഈ പയർവർഗ്ഗങ്ങൾ ഇന്റർമീഡിയറി ക്രോപ്പാണ്. അതായത് 2 നെൽകൃഷിക്ക് ഇടയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിനാണ് ഇന്റർമീഡിയറി ക്രോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ പാഡി എന്ന് പറയുന്നത് മെയിൻ ക്രോപ്പാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം നോക്കാം. Cognizance of any offence punishable under the provisions of the Conservation of Paddy Land and Wetland Act 2008 shall be taken by not below the rank of. താഴെ പറയുന്ന ഈ തണ്ണീർത്തട നിയമപ്രകാരം ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ കേസുകൾ ഏത് കോടതിയിലാണ് പോവേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ബി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ഈ പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പോകുന്നത്. ഓക്കെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത നമുക്ക് 31ാമത്തെ ചോദ്യം നോക്കാം. റിപ്പോർട്ടിംഗ് ഒഫൻസസ് അണ്ടർ ദി കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് 2008. റിപ്പോർട്ടിംഗ് ഒഫൻസ് അത് ആരാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അഗ്രികൾച്ചർ ഓഫീസറാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ. അത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ.
ഇത് അഗ്രികൾച്ചർ ഓഫീസർ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ RDOയ്ക്കാണ് അഗ്രികൾച്ചർ ഓഫീസർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 32ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ ഡയറക്ഷൻ ടു കൾട്ടിവേറ്റ് പാഡി ലാൻഡ് കെപ്റ്റ് ഫാലോ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ് ഓഫ് ദി കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് 2008. നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഏത് സെക്ഷനിലാണ് തരിച്ചിട്ടിരിക്കുന്ന പാടങ്ങളിൽ കൃഷി ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കാം എന്ന് പറയുന്നത്? സെക്ഷൻ 14, സെക്ഷൻ 15, സെക്ഷൻ 16, സെക്ഷൻ 17. നമുക്കറിയാം സെക്ഷൻ 15ലാണ് അത്തരത്തിലുള്ള വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 15 പ്രകാരം തരിച്ചിട്ടിരിക്കുന്ന പാടത്തിന്റെ നെൽപ്പാടത്തിന്റെ ഉടമസ്ഥന് കത്ത് കൊടുക്കാം, അയാളോട് കൃഷി ചെയ്യാൻ ആവശ്യപ്പെടാം. ഓക്കെ, ഇതാണ് അതോടെ നമ്മുടെ ചോദ്യങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരുവിധം ആവർത്തിച്ച് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലതവണ ഇത് കേൾക്കുക, വീണ്ടും ക്ലാസ് കാണുക. ഇതിന്ന് 10 കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പ്രാവശ്യവും 10 കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് 10 നിയമങ്ങളാണുള്ളത്. അപ്പം ഓരോ നിയമത്തിൽ നിന്നും 10 ചോദിച്ചാൽ മാത്രമേ 100 ക്വസ്റ്റ്യൻ ആവത്തുള്ളൂ. അപ്പം മിക്കവാറും നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നിയമങ്ങളാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് കൂടെ ഇതുപോലുള്ള പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് പോലെയുള്ള വലിയ നിയമങ്ങളിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മാറി. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ നോക്കിയ ഈ 32 ക്വസ്റ്റ്യനിൽ നിന്ന് മിക്കവാറും ഒരു 8 കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പുസ്തകത്തിൽ ഈ പ്രൊവിഷൻസ് ഒക്കെ എവിടെയാണെന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാപ്സ് അക്കാഡമി. ഓക്കെ.